ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടു സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിരിക്കുകയാണ്. കാരണം അലോക് പറഞ്ഞ ഭീഷണിയൊക്കെ അനു സമയത്ത് തള്ളിക്കളഞ്ഞെങ്കിലും അലോക് പറഞ്ഞ അവസാനത്തെ ഡയലോഗ്, അതായത് ഇപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ വീടിന് ചുറ്റും, അതുപോലെ തന്നെ നിൻ്റെ ദൈവമംഗലത്ത് വീടിന് ചുറ്റും, അതുപോലെ തന്നെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഞാൻ ഫ്ലെക്സ് അടിച്ച് പ്രദർശിപ്പിക്കും. അലോക് പറയണയാണേ, നോട്ടീസ് ബോർഡ് പോലെ നോട്ടീസ് അടിച്ച് പ്രദർശിപ്പിക്കും, നിന്നെ നാണം കെടുത്തും, ഇതിലൂടെ നീ മാത്രമല്ല നിൻ്റെ വീട്ടുകാരും നാണം കെടും എന്നൊക്കെ പറയുക അലോക്. ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അനു അതിന് ടെൻഷൻ അടിച്ച് പോവുകയാണ്. അനു മനസ്സിൽ വിചാരിക്കേണ്ട ഇല്ല, ഇനി ഞാനത് വീട്ടുകാരോട് പറയാതിരുന്നാൽ ശരിയാവില്ല. മുമ്പ് പല കാര്യങ്ങളും വീട്ടുകാരോട് പറയാതിരുന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം വന്നത്. അപ്പോൾ അനു ഇപ്പം അങ്ങനെ ചിന്തിക്കുകയാണ് വന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് എന്തായാലും ഈ സത്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റൂ എന്ന് അനു തീരുമാനിച്ചിട്ടുണ്ട്. സത്യങ്ങളൊക്കെ അനു വീട്ടിലുള്ളവർ എല്ലാം പറയാൻ വേണ്ടി പോകുമ്പോഴാണ് വീട്ടുകാർ അനുവിന് വേണ്ടി ഒരുക്കി വെച്ച ഭയങ്കര സർപ്രൈസ്. എല്ലാവരും അനുവിന് സ്വർണവും ഡ്രസ്സും അങ്ങനെ സമ്മാനങ്ങളുടെ പെരുമഴയാണ് അനുവിന് വേണ്ടി ഒരുക്കി വെച്ചേക്കണത്. എല്ലാവരും അവരൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ മേടിച്ച് അനുവിനെ സന്തോഷിപ്പിച്ച് അനുവിന് മുമ്പിൽ ഡാൻസായി കളിച്ച് പാട്ടൊക്കെ പാടി ഇരിക്കാം. അപ്പോൾ സുകന്യ മാത്രം അങ്ങോട്ട് മാറി നിൽക്കുക. സുകന്യയോട് ഇതൊന്നും ആരും പറഞ്ഞില്ല, അതുകൊണ്ട് സുകന്യ ഗിഫ്റ്റ് വാങ്ങിച്ചില്ല. അപ്പോൾ സുകന്യയ്ക്കൊരു സങ്കടം. അപ്പോൾ സുകന്യ കുത്തി പറയുക, എല്ലാവരും ഇതുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല, അത് കാരണം ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചില്ല എന്ന് പറയാം. അപ്പം വേഗം ദേവി പറയുക, അതിനെന്താ കല്യാണത്തിന് നല്ല ഗിഫ്റ്റ് കൊടുക്കാം അമ്മായി എന്ന് പറയാം. അവിടെ തന്നെയുണ്ട്. ശേഷം സുകന്യ രാത്രി ആകുമ്പോഴേക്കും അലോകിനെ വിളിക്കുക. ഹലോ ചേച്ചി, സുകന്യ ചേച്ചി, എന്താ ഇവിടുത്തെ കാര്യങ്ങൾ? അനു പേടിച്ചു ഉറച്ചല്ലോ അല്ലേന്ന് ചോദിക്കുക. ഫോൺ വിളിച്ചുറച്ചിട്ടേ ഉണ്ട്, അവൾ പേടിച്ചു ഉറച്ചൊന്നുമില്ലടാ, അവളെ ഇവിടെ ആഘോഷ തിമിർപ്പിലാണ്. അപ്പോൾ അതൊന്നും ഏറ്റില്ലേ അവൾക്ക്? എന്താ പറയാനായിട്ടാണ്? അവൾ ആ കാര്യങ്ങൾ കേട്ട് അങ്ങനെ മിണ്ടാതിരുന്നോളൂ. ശരിയാണ്. പിന്നെ നോക്കിയപ്പോൾ അവളും ഏട്ടന്മാരും മേടത്തിമാരും ഒക്കെ ചേർന്ന് ഗോൾഡായിട്ടും ഡ്രസ്സായിട്ടും പുസ്തകമായിട്ടും ഒക്കെ സമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നില്ലേ. അതിൽ അനുമോള് ഫ്ലാറ്റ്. അങ്ങനെ പറയുകയാണ് സുകന്യ അലോകിനോട്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ജീവൻ അവൻ കുറച്ച് തലയിൽ ആൾതാമസമുള്ളവനാണ്. ഈ ഫോട്ടോസൊക്കെ ഇപ്പോൾ ജനറേറ്റഡ് ആണെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത്? എൻ്റെ ചേച്ചി, ഇത് പക്ഷെ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാന്ന് വെച്ചാൽ പിന്നെ ഞാനും അനുവും തമ്മിലൊരു അഫെയർ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പലപ്പോഴും റോഡിൽ പല സ്ഥലത്തും ഞങ്ങളുടെ നാട്ടുകാരും തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് കണ്ട് നാട്ടുകാരും ആ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടും. ആലോകനെയും ആ കൃഷ്ണമംഗലം ബാലൻ്റെ മകളെയും എന്ന സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. അവർ ബൈക്കിൽ പോകുന്നു കണ്ടിരുന്നു. അവരവിടെ മൂലയ്ക്ക് നിന്നു സംസാരിക്കുന്നതും കണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ് നാട്ടുകാരെ തന്നെ ഇത് റെഡിയാക്കി എടുത്തോളും. അവർ തന്നെ പറയും ഇത് ഫോട്ടോസൊക്കെ ഒറിജിനൽ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ ഇട്ട് കൊടുത്താൽ അത് ഇരട്ടി ആക്കൂലോ. അത് ശരിയല്ലോ, ഒരു പെണ്ണും ചെറുക്കും മൂല ചുമ്മാ നിന്ന് വർത്താനം പറഞ്ഞാലും അത് ഇരട്ടി ആക്കൂലോ. പറയാം, ഭയങ്കര മിടുക്കാണല്ലോ. അത് നീ പറഞ്ഞ് ശരിയാ, എങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തു. ദേ ചേച്ചി, എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. സുകന്യയോട് അലോക് പറയാം, ഞാൻ എൻ്റെ കൂടെ തന്നെ ഇടാം. അല്ലെങ്കിൽ ഇവരെയോടൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ദേഷ്യം വരും. ഒരു അനിയത്തിപ്രാവ് കളിക്കും എല്ലാവരും കൂടി എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി ചേച്ചി, അവിടെ എന്തായിരിക്കും ഇവിടെ ആഘോഷം എന്ന്. എന്തായാലും ആ ആഘോഷം അധികം ആയുസില്ല എന്ന് അലോക് സുകന്യയോട് പറയുകയാണ്. ചേച്ചി നോക്കിക്കോ, നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഈ ഫോട്ടോസ് എല്ലാം ഞാൻ വൈറലാവാൻ വേണ്ടി പോവുകയാണ്. അത് മോളുടെ കുൽസിത പ്രവൃത്തികൾ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അലോക് പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം അനു ആണെങ്കിൽ ആകെ ടെൻഷനിലാട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതാണെങ്കിൽ വീട്ടുകാരെ പറയാനും പറ്റില്ല. വീട്ടുകാരോട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ വേറെ എടുത്തിടുക. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ? പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല എന്നാണ് വിചാരിക്കുകയാണ് അനു. അങ്ങനെ അനു വീട്ടുകാരടുത്ത് പറയാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്താണ് തന്നെ അലോക് വേറൊരു പണി ഒപ്പിക്കുകയാണ്. അലോക് നമ്മുടെ സുകന്യയുടെ അടുത്ത് പറയുകയാണ്, അതേ ചേച്ചി, എന്തിനാടാ നീ പിന്നെ എന്നെ വിളിക്കുന്നതെന്ന് സുകന്യ ചോദിക്കാം.
അതെ, ആദ്യം മറ്റവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തപ്പിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. എവൻ്റെ നമ്പർ? ആ ജീവൻ്റെ. ഓ, അവൻ്റെ നമ്പർ അനുവിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് തരാനാണ് അലോ പറയണം. അല്ല, അവളുടെ ഫോണിൽ നിന്ന് എങ്ങനെ ഞാനിപ്പോൾ ഫോൺ നമ്പർ എടുക്കുമെന്ന് ചോദിക്കുകയാണ് സുകന്യ. ഓ, ഓക്കെ ചേച്ചി, ആ നമ്പർ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരണേ ആദ്യം. അവന് തന്നെ ഈ ഫോട്ടോസ് മൊത്തം അയച്ചു കൊടുക്കാമെന്ന് പറയാണ്. എടാ, ആ ഫോണിൽ നിന്ന് ഞാൻ എങ്ങനെ നമ്പർ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി വിചാരിച്ചാലാണോ നടക്കില്ലാത്തത്? എന്നിട്ട് പറയാം, എന്നാൽ ഓക്കെ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം. എന്നിട്ട് എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്ന് പറയാം. അവർക്ക് അവനെ നേരിട്ട് കാണിക്കണമല്ലോ. കാരണം അത് നോട്ടീസ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിൻ്റെ വീഡിയോസും കൂടി ഇട്ട് കൊടുക്കാം. നോട്ടീസിൽ വീഡിയോസ് പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ സുകന്യ അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനുമോളെ, എൻ്റെ ഫോൺ പെട്ടെന്നൊന്ന് കംപ്ലൈൻ്റ് ആണ്, നിൻ്റെ ഫോൺ തരുമോ? എൻ്റെ വീട്ടിലേക്ക് നിൻ്റെ കല്യാണം വിളിക്കാനാണ്, ഇതാന്നൊക്കെ പറഞ്ഞ് ആ പൊട്ടി അനു അത് വിശ്വസിച്ചു. പിന്നെന്താ, ഫോൺ തരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ഇല്ല എന്നാൽ ഫോൺ എന്നാ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ജീവൻ്റെ ഫോൺ വിളി കേട്ടോ. ആഹാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ സുകന്യ ഫോൺ എടുത്തിട്ട് ആ ജീവൻ്റെ മൊബൈലിൽ കോൾ വരുന്നു. ആ നമ്പർ പെട്ടെന്ന് തന്നെ അവക്കടെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ. എന്നിട്ട് അതെ, നിൻ്റെ ആൾ വിളിക്കുന്നുണ്ടല്ലോ, ഒരു കള്ളച്ചിരിയോടെ. ഇനി ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. എന്താ ഫോൺ, നീ സംസാരിച്ചോ? അപ്പോൾ അമ്മായിക്ക് സംസാരിക്കണ്ടേ? വേണ്ട നീ സംസാരിച്ചോ, ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്ന് പറയണം. കേട്ടതും കേട്ടില്ല എന്ന് സുകന്യ പറയുകയാണ്. എന്ത്? അല്ല, നിനക്ക് കോൾ വിളിക്കാനുണ്ടല്ലോ അവസരം, സംസാരിച്ചോ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ ഇതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിച്ചോ എന്ന് പറഞ്ഞാൽ സുകന്യ അവിടെ നിന്ന് പോവുക. സുകന്യ സന്തോഷത്തോടുകൂടി എന്തായാലും നമ്പർ കിട്ടിയല്ലോ. സുകന്യക്ക് വേഗം അവിടെ നിന്ന് തപ്പാൻ വേണ്ടി ഓടുകയാണ് റൂമിലേക്ക്. എന്നിട്ട് എടാ അലോകെ, ആ നമ്പർ സെൻഡ് ചെയ്തു എന്ന് പറയുകയാണ്. സുകന്യ ഓടിപ്പോയി നമ്പർ സെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. എടാ അലോകെ, ദേ ആ പയ്യൻ്റെ നമ്പർ ഞാൻ നിൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, നീ എന്താ ചെയ്തോ? പിന്നെ ഒരിക്കലും ഇതിൽ എന്നെ എടുത്ത് പിടിച്ചു വലിച്ചിടരുതെന്ന് സുകന്യ പറയാം. ചേച്ചി, അങ്ങനെ ഞാൻ ഒറ്റ കൊടുക്കുമോ? ചെയ്തിന എന്നാൽ ശരി, നീ തുടങ്ങിക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോന്ന് പറയാം. സുകന്യ പറയുകയാണ് അലോകിനോട് സന്തോഷമായി. അപ്പോൾ തന്നെ അലോക ആ നമ്പർ സേവ് ചെയ്ത് വെക്കാം. അതിന് ശേഷം അലോക എന്താ ചെയ്യുക? ആ നമ്പർ ജീവൻ്റെ മൊബൈലിലേക്ക് കോൾ വിളിക്കുക. അത് അലോകിൻ്റെ ഫോണിൽ നിന്നല്ല വിളിക്കണം, കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഹലോ, ആരാ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഞാനൊരു വെറും ഒരു വഴിപോക്കനാണ്, നിങ്ങളൊരു നിൻ്റെ ഒരു വെൽഫിഷറാണെന്ന് പറയാം കേട്ടോ. ആണെന്ന് കരുതിക്കോളൂ എന്നറിയാം. ഓഹോ, എന്താണോ അവൻ വിളിച്ചത്? അല്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ, ഫോൺ വയ്ക്കൂ. എന്നിട്ട് ജീവൻ പറയണം, ഇത് കേൾക്കണോ? ഓ, ജാടത്തിൻ്റെ എന്നോട് ശരിക്കും കേട്ടോ. ഹലോ, എന്താ ഒന്നും പറയാത്തത്? അതെ, ഞാൻ നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അതെ ഉറപ്പിച്ചു. ആ വിവാഹം ഉറപ്പിക്കുമ്പോഴും ഇതുപോലെ കുറേ ആൾക്കാർ വിളിക്കുമല്ലോ. പറ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ജീവൻ ചോദിക്കാം. അത് കേട്ട അലോക് പറയാം, അല്ല, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ്റെ മകളെ അനുവിനെ അല്ലേ? അതെ, ഭാഗ്യവാൻ ഞാൻ തന്നെയാണെന്ന് ജീവൻ പറയാം. അനുവിൻ്റെ വിവാഹം കഴിക്കാൻ പോണത്? അയ്യോ അനുവേ, അതിനെ വിചാരിക്കുന്ന പോലെ അത്ര നല്ല പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ. കാണുമ്പോൾ അവൾ നല്ല ശാലിനി സൗന്ദര്യം, നല്ല അടക്കവും ഒതുക്കമുള്ള പെണ്ണാണ് തോന്നും. പക്ഷേ അവൾ അങ്ങനെയൊന്നും അല്ല, അവൾക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ഓഹോ, എന്നിട്ടോ? എൻ്റെ ജീവൻ ചോദിക്കട്ടോ. ഒന്നും പറയണ്ട, ഒരു 3 വർഷമായത്തോളം അഫെയർ ആയിരുന്നു. അവൻ്റെ കൂടെ പെണ്ണ് പോകാത്ത സ്ഥലമൊന്നുമില്ല, പാർക്ക്, ബീച്ച്. അപ്പോൾ ജീവൻ ചോദിക്കുക, ആ കൂടെ നിങ്ങളും പോയിട്ടുണ്ടോയെന്ന്? ഹോട്ടൽ റൂമിലൊക്കെ അത് ശരിയാണല്ലേ, പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. അപ്പോൾ പറയാം, അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ പോയോ? എന്തിന്? അല്ല, ഫോട്ടോസും വീഡിയോസും ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ. എടോ, വിവാഹം മുടക്കുകയാണെങ്കിൽ താൻ പോയി പണി നോക്കണേ എന്ന് പറഞ്ഞിട്ട് ജീവൻ ഫോൺ വെക്കുകയാണ്. അലോക ആണെങ്കിൽ അത് സക്സസ് ആയില്ല, പാളാൻ പൊളിഞ്ഞു എന്താ ഒക്കെ വിചാരിക്കുക കേട്ടോ. അതേസമയം ജീവനൊരു സംശയം, ഇതിൻ്റെ പിന്നിൽ അനു സ്നേഹിച്ച അവൻ തന്നെ ആയിരിക്കുമോ? അന്ന് പറഞ്ഞ ആ ഫ്രണ്ട് പയ്യെ എന്തായാലും ഇവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവനെ പോലുള്ളവരാണ് ഈ പാവപ്പെട്ട പെൺപിള്ളേരുടെ ജീവൻ നശിപ്പിക്കുന്നത്. ഇവന്മാർ കാരണം കുറേ പെൺപിള്ളേരുടെ ജീവൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതെന്തായാലും അറിയേണ്ടവരെ അറിയിച്ചേ പറ്റൂ എന്ന് ജീവൻ വിചാരിക്കുകയാണ് കേട്ടോ.
ശേഷം ജീവനാണെങ്കിൽ ഈ കാര്യം നമ്മുടെ ഏടത്തിമാർ പറയാനാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ അനുവിൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് അനുവിൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഏടത്തിമാരാണല്ലോ. അതുകൊണ്ട് തന്നെ മീനാക്ഷിയും മിത്രയോടും തന്നെയായിരിക്കും, നമ്മുടെ ദേവടത്ത് തന്നെയായിരിക്കും ജീവൻ ഈ കാര്യം ആദ്യം പറയാൻ പോകുന്നത്. അതെ, കാരണം അനുവിനോട് പറഞ്ഞാൽ അനുവിന് വിഷമം പറയാലോ. അനുവിക്ക് ടെൻഷനായിട്ടും അനു ചിലപ്പോൾ എന്തൊക്കെയോ പറയുന്ന ചെറിയൊരു പെൺകുട്ടിയല്ലേ, മനസ്സ് വേദനിച്ച് എന്തെങ്കിലും കൊണ്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏടത്തിമാർത്താണ് നമ്മുടെ ജീവൻ ഈ കാര്യം തുറന്നു പറയുന്നത്. ഏടത്തിമാർക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയാണ്. അത് മാത്രമല്ല ജീവൻ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അനുവിനെ ഞാൻ തന്നെ വിവാഹം കഴിക്കും, എനിക്ക് അനുവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കാര്യം നമ്മുടെ ബാലൻ്റെ ചെവിയിൽ പോകും എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ബാലൻ ഇതറിയാം, ഇതിൻ്റെ പേര് അലോകം മനസ്സിലാവുന്നത് ബാലനും ബാലൻ്റെ മക്കളും വെറുതെ ഒന്നും വിടാതിരിക്കില്ല. അലോകിനെ ചവിട്ടിക്കൂട്ടി കുപ്പയിൽ വെക്കും. അങ്ങനെ അലോകിൻ്റെ ഈ പ്ലാനും 100 ഫ്ലോപ്പാകും കേട്ടോ. പക്ഷേ വേറൊരു കാര്യം, അവസാനം അലോക് കണ്ടുപിടിക്കുന്ന പ്ലാൻ ആണ് നമ്മുടെ അനുവിനെ തട്ടിക്കൊണ്ടു പോവുക. അതിലാണ് ശരിക്കും നമ്മുടെ തമിഴിലെ സീരിയലിൽ അലോക് വിജയിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിലങ്ങനെയൊന്നും ആവാനുള്ള സാധ്യത, ഇതിൽ ജീവൻ തന്നെ കല്യാണം കഴിക്കുമെന്നാണ്. മലയാളത്തിൽ അങ്ങനെയാണ്. അനു വിവാഹം മുടക്കാൻ പല പണികളും നോക്കുകയാണ്. കല്യാണം, ചെക്കനെ വിളിക്കും, അത് പറയും ഇത് പറയും. പക്ഷേ ചെക്കനൊന്നും വിശ്വസിക്കില്ല. പക്ഷേ അവസാനം വിവാഹം മുടങ്ങും, അവനെ തട്ടിക്കൊണ്ടു പോകും. സുകന്യ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സേ. നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.